വിജയകരമായ ടാസ്ക് 2 മണിക്കൂർ കടന്നിരിക്കുകയാണ്. ബിഗ് ബോസ് പറയുന്നത് 2 മണിക്കൂർ കഴിഞ്ഞ് നിങ്ങൾ വിജയകരമായി പൂർത്തിയാക്കിയിരിക്കുന്നു. അപ്പോൾ 4 കണ്ടസ്റ്റൻസ് ആണ് ഉള്ളത്. അനിമോൾ, ആര്യന, നൂറ, സാബുമോൻ. അപ്പം ഔട്ടായവർ എന്തെങ്കിലുമൊക്കെ ഒരു പ്രോത്സാഹനം അവർക്ക് കൊടുത്തുകൊണ്ടിരിക്കുകയാണെന്ന് ബിഗ് ബോസ് വിളിച്ച് പറയുന്നു. അനീഷയും ഷാനവാസും എല്ലാം അവരുടെ അടുത്ത് നിന്നുകൊണ്ട് സംസാരിക്കുന്നുണ്ട്. ഷാനവാസ് പറയുന്നത് എന്തെങ്കിലും ബുദ്ധിമുട്ടോ തലകറക്കോ ഒക്കെ ഉണ്ടെങ്കിൽ പറയണമെന്ന് പറയുന്നത്. സാബുമോൻ പറയുന്നത് നമുക്ക് ഒരുമിച്ചിറങ്ങാമെന്ന്. അപ്പോൾ അനിമോൾ പറയുന്നത് ശരി നമുക്ക് ഒരുമിച്ചിറങ്ങാം. അന്നേരം ആര്യം പറയാം നീ ഇറങ്ങാമെങ്കിൽ ആദ്യം. അന്നേരം സാബുമോൻ പറയുന്നത് നീ ഇറങ്ങി 5 മിനിറ്റ് കഴിയുമ്പോൾ ഞാൻ ഇറങ്ങാമെന്ന്. അപ്പോൾ അനിമോൾ പറഞ്ഞേ നമുക്ക് ഒരുമിച്ചിറങ്ങാമെന്ന്. സാബുമോൻ പറയാം ഞാനേ ഒരു കാര്യം പറയട്ടെ, ഞാനൊരു സത്യസന്ധനാണ്, അതുകൊണ്ട് ഞാൻ ഇറങ്ങുന്നില്ല, നിങ്ങൾ ഇറങ്ങിക്കോളാമെന്ന് പറയുന്നു. ആര്യം പറയുന്നത് അയ്യടാ സത്യസന്ധ, ഒരുമിച്ചിറങ്ങാനാണെങ്കിൽ ഞാനുണ്ടെന്ന് ആര്യനും പറയുന്നത്, അനിമോളും പറയുന്നു. നൂറ ഒന്നും മിണ്ടുന്നില്ല. ഇവരെങ്ങനെങ്കിലും ഇറങ്ങിയായിരുന്നെങ്കിൽ ഞാൻ ലാസ്റ്റ് ആയെന്നുള്ള രീതിയിലാണ് നൂറ നിൽക്കുന്നത്. അനിമോൾ അനീഷിനോട് പറയുന്നത് അനീഷേട്ടാ എൻ്റെ മൂക്കൊന്ന് പിടി അനീഷേട്ടാന്ന് പറയുന്നത്. അനീഷ് വന്ന് അനിമോളുടെ മൂക്ക് പിടിക്കുന്നത്. അന്നേരം നൂറ പറയുന്നത് മൂക്ക് കൈയിടല്ല അനീഷേട്ടാ, അനീഷേട്ടാ ഒന്നുകൂടെ പിടിക്കുന്നു പറയുന്നത്. അനീഷ് വീണ്ടും പിടിക്കുന്നു. ഇനിയും പിടിക്കണോ? അങ്ങനെ അനീഷ് മൂന്ന് പ്രാവശ്യമോ 4 പ്രാവശ്യമോ കണ്ട് അനിമോളുടെ മൂക്കിൽ പിടിച്ചു കൊടുത്ത്. എന്നിട്ട് അപ്പോൾ ഉണ്ട് അക്ബർ അനീഷ് നൂറയോട് ചോദിക്കുന്ന ഒരു ബോളിവുഡ് നടിയുടെ ലുക്കുണ്ടെന്ന് പറയുന്നത് സത്യമാണോ? അങ്ങനെ ആൾക്കാർ പറയുന്നുണ്ട്. പറയുന്നുണ്ട്. അത് കേൾക്കുമ്പോൾ സന്തോഷമുണ്ടോ? പിന്നെ അത് കേൾക്കുമ്പോൾ നമുക്ക് സന്തോഷമല്ലേന്ന് പറയുന്നത്. അനീഷ് പറഞ്ഞ് മഴ വരാൻ പോകുന്നു. അനിമോൾ പറയുന്നത് മഴ വന്ന് ഞാൻ എത്ര നേരം മഴയിൽ നിൽക്കും. മഴ ഇഷ്ടമാണോ കുട്ടിക്ക്? അതെ എനിക്ക് മഴ ഇഷ്ടമാണ്, ഞാൻ മഴയാണെങ്കിൽ ഞാൻ ഇവിടെ നിന്നോളൂ എന്ന് അനിമോൾ പറയുന്നത്. അനീഷ് പറയുന്നത് ഞാൻ BB ചാനലിൽ നിന്ന് വരുവാണ് എന്ന് പറയുമ്പോൾ അനിമോൾ ചോദിക്കുന്നു ചേട്ടനെ കാണാൻ നല്ല ഭംഗിയുണ്ട്. ആണോ? താങ്ക് യു എന്ന് പറയുന്നത്. എന്നിട്ട് പറയും ചേട്ടൻ പോകുമ്പോൾ ചേട്ടൻ്റെ നമ്പർ ആ കുട്ടിയുടെ കൊടുത്തിട്ട് പോണേന്ന് പറയും. അന്നേരം പറയും എനിക്ക് 25 വയസ്സേ ഉള്ളൂ. ആണോ? എനിക്ക് 28 ഉള്ളൂ ചേട്ടാ എന്ന് അനിമോൾ പറയുന്നു. ചേട്ടൻ ഇവിടെ നിന്ന് സംസാരിക്കുമ്പോൾ എനിക്ക് വേദന അറിയുന്നേ ഇല്ല ചേട്ടാ എന്ന് പറയുന്നത്. ആണോ? അപ്പോൾ നൂറ വിളിച്ചിട്ട് പറയുന്നു ചേട്ടാ അമ്മയ്ക്ക് പ്രാണവേദന, മകൾക്ക് വീണവായന, അതാണല്ലോ ചേട്ടാ എന്ന് പറയുന്നത്. എന്നിട്ട് പറയുന്നത് അനിമോളോട് പറയുന്നത് കുട്ടി കുറച്ച് വേദന അനുഭവിച്ചുകൊണ്ട് നിൽക്കും, ഞാൻ അപ്പുറത്തോട്ടൊന്ന് പോയിട്ട് വരട്ടെ എന്ന്. അപ്പോൾ അക്ബർ ഊഞ്ഞാലിലിരുന്നുകൊണ്ട് മലപ്പുറത്തിൻ്റെ സാരഥിയായി വന്ന 2 മത്സരാർത്ഥികളും ഔട്ടായിരിക്കുകയാണെന്ന് പറയുന്നത്. കൊച്ചിയിൽ നിന്ന് വന്ന 2 കണ്ടസ്റ്റൻസും വീണ്ടും കട്ടപ്പുറത്ത് കയറിയിരിക്കുന്ന ഒരു വലിയൊരു കാഴ്ചയാണ് കാണാൻ കഴിയുന്നതെന്ന്. കൊച്ചിയിൽ നിന്ന് വന്ന കടവന്ത്ര രാജകുമാരൻ, കടവന്ത്ര ആര്യൻ ഇപ്പോഴും ട്രെയിനിന്മേൽ തന്നെ ഉണ്ട്. രസകരമായ കാഴ്ചകൾ കാണിച്ചുകൊണ്ട് അദ്ദേഹം ഇപ്പോഴും അവിടെ തന്നെ നിൽപ്പുണ്ട്. തിരുവനന്തപുരത്തെ കണ്ണിലുണ്ണിയായ സാബുമോനും തിരുവനന്തപുരത്തെ കണ്ണിൽ കരടായ അനിമോളും, കണ്ണിലെ കൃഷ്ണമണി തന്നെ ആയ അനിമോളും, അങ്ങനെ മോശം പറയേണ്ടതില്ല, അങ്ങനെ അനിമോളും, കോഴിക്കോട്ടുകാരുടെ ഹൃദയത്തിൻ്റെ സ്പന്ദനമായ നൂറയും, എറണാകുളത്തുകാർക്ക് പോലും അറിയാത്ത എറണാകുളം പയ്യൻ ആര്യനും അങ്ങനെ ഈ 2 മണിക്കൂർ പിന്നിട്ടിരിക്കുകയാണ് എന്ന് പറയുന്നത്. അനിമോൾ ഒരുവിധം കുഴഞ്ഞ് തളർന്ന് വീഴാറായിട്ടുണ്ട്. എല്ലാവരും ചിരിക്കുന്നു. അനിമോൾ ഗെയിമിൽ നിന്ന് പോകാൻ പോവാണെന്ന് തോന്നുന്നു. അനിമോൾ ഞാൻ ഇറങ്ങുവാണെന്ന് പറഞ്ഞ അനിമോൾ ഗെയിമിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞ് അങ്ങനെ 6 പോയിൻറ്റുകളോടെ അനിമോളും ഗെയിമിൽ നിന്ന് ഔട്ടായിരിക്കുകയാണ്. അടുത്തൊരു ലൈവ് അപ്ഡേറ്റുമായിട്ട് ഞാൻ വീണ്ടും വരാം. എല്ലാവരും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, സപ്പോർട്ട് ചെയ്യണേ.